സ്ഥിരമായി നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലി, ദോശ, പുട്ട് അവരെയൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് വേറൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താലോ? നമുക്ക് ഫസ്റ്റ് തന്നെ ചിയാ സീഡ്സ് ഒരു 5 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം. 1 2 3 4 and that's 5. ചിയാ സീഡ് അവിടെ കിടന്ന് മുങ്ങി ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിക്കട്ടെ കേട്ടോ. ചൂടുകാലല്ലേ, നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കണ്ടേ. പാവം ചിയാ സീഡ് വെള്ളം കിട്ടാണ്ടിരിക്കായിരുന്നു. ഞാനപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതവിടെ വെള്ളം കുടിക്കുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യം നോക്കാം. നമുക്കിങ്ങനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ബനാന ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ബനാന നല്ലതായിട്ട് പഴുത്തിട്ടുണ്ട്. ഓവർ റൈപ്ഡ് ബനാന എന്നൊക്കെ പറയും. ചെറിയൊരു ബനാനയാണേ. ഒരു ചെറിയ ബനാന ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ സ്ട്രോബെറി, നമുക്ക് ഇതിലേക്ക് സ്ട്രോബെറി ആഡ് ചെയ്ത് കൊടുക്കാവേ. സ്ട്രോബെറി കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ സ്ട്രോബെറിയും ഫ്രഷ് ഒന്നുമല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കിട്ടുവാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ സ്ട്രോബെറിക്ക് മധുരത്തിനേക്കാളും കൂടുതൽ പുളിയുടെ ടേസ്റ്റാണ്. അതുകൊണ്ട് ഒന്ന് ആ ഒരു പുളി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1.5 സ്പൂൺ ഹണി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഹണി ഒഴിച്ച് കൊടുക്കുന്നത് നിർബന്ധമില്ല. ഞാനിപ്പോൾ ആ ഒരു പുളി അങ്ങനെ കൂടുതലായിട്ട് തോന്നി വരുന്നത് കൊണ്ട് അതിലേക്ക് ഇച്ചിരി ഹണി ഒഴിച്ച് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ ഹണിക്ക് പകരം നിങ്ങൾക്ക് മെപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പോ അങ്ങനെയായാലും ഒരു 1 സ്പൂണായിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരു 2-3 ഡേറ്റ്സ് വെള്ളത്തിലോ പാലിലോ ഒന്ന് സോക്ക് ചെയ്യാനിടാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് പഴത്തിൻ്റെയും സ്ട്രോബെറിയുടെ ഒക്കെ കൂടെ അടിച്ചെടുക്കാം കേട്ടോ. ഈ ഡേറ്റ്സ്, ഹണി, സ്റ്റെപ്സ് ഒക്കെ ഓപ്ഷണലാണ്. നമുക്ക് വേണം കുറച്ച് മധുരം അങ്ങനെ വേണം എന്നുള്ളവർ മാത്രം ഇട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ പഴത്തിൻ്റെയും സ്ട്രോബെറിയുടെയും ഇച്ചിരി മധുരം ഉണ്ടാവുമല്ലോ, ആ ഒരു ഇതിൽ കുടിക്കാനായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പ്. എൻ്റെ കപ്പ് എന്ന് പറഞ്ഞപ്പോൾ 1 കപ്പല്ല, കപ്പിനേക്കാളും ചെറുതാണ്. നമ്മുടെ 250 ml 1 കപ്പിൻ്റെ അത്ര ഇല്ല, കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാനൊരു 1.5 കപ്പോളം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാവേ. ഹണിയൊക്കെ താഴെ പോയി കിടക്കായിരുന്നു. എൻ്റെ സ്ട്രോബെറിക്ക് ഹണി ഒന്നും കിട്ടിയിട്ടില്ല. പാവം സ്ട്രോബെറി. അടിച്ചെടുത്ത സ്ട്രോബെറിയുടെ മിക്സും സ്ട്രോബെറിയും ബനാനയും കൂടിയുള്ള മിക്സ് ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണമെന്നില്ല. ഫ്രിഡ്ജിലേക്ക് വെക്കണമെന്നില്ല, പുറത്തായാലും വെച്ചിരുന്നാൽ മതി. അപ്പോഴേക്കും നമുക്കൊന്ന് ബ്രെഡിനെ സെറ്റ് ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ടൊമാറ്റോ കെച്ചപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്സ സോസോ അല്ലെങ്കിൽ ഇച്ചിരി ചില്ലി സോസോ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ടൊമാറ്റോ കെച്ചപ്പും ഇച്ചിരി ചില്ലി സോസും മിക്സ് ചെയ്തിട്ട് അങ്ങനെയായാലും ഞാനൊരു 1/2 സ്പൂൺ വെച്ചിട്ടാണ് വെക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ക്യാരറ്റും ടൊമാറ്റോ മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ക്യാപ്സിക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരിഗാനോ സീസണിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. വെറുതെ വെജിറ്റബിൾസ്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ടൊമാറ്റോ ആണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു ചില്ലി, ഞാൻ ഒരു എനിക്കുള്ള ബ്രെഡിലേക്ക് മാത്രം ഞാൻ 2 ചില്ലി ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില, ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ഒക്കെയാണോ ഉള്ളത്, ഇങ്ങനെ നമ്മൾ പിസ്സയുടെ മുകളിൽ വയ്ക്കുന്ന ഏത് വെജിറ്റബിൾസ് ആണോ അതൊക്കെ വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചീസിൻ്റെ സ്ലൈസാണ്. എൻ്റെ കയ്യിൽ ആക്ച്വലി ഒരു സ്ലൈസ് ഉള്ളൂ. ഞാൻ കുറച്ച് ചീസ് സ്ലൈസും പിന്നെ ഒന്ന് ചീസ് ബ്ലോക്ക് കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടും ആഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റൗ ടോപ്പിൽ ഓവനിലായാലും നമുക്ക് വേവിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റോപ്പിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാനിൽ അടിയിൽ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിടാം. എന്നിട്ട് വേറെ നമ്മുടെ ഏതെങ്കിലും ഒരു പഴയ പാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ചെയ്യുക. അല്ലെങ്കിൽ ബ്രെഡിൻ്റെ അടിയിൽ ഇങ്ങനെ കരിഞ്ഞു പോകാനായിട്ട് കുറച്ച് നേരം വെക്കുമ്പോൾ നമ്മൾ അധികം നേരം വെക്കേണ്ട, ഒരു 5 to 6 minutes ഒക്കെ വെച്ചാൽ മതി. അപ്പോഴേക്കും ചിലപ്പോൾ ഒരു 5 minutes മതി. പക്ഷേ അപ്പോൾ ചീസ് സ്ലൈസ് വെച്ചുള്ളൂ. ചീസ് സ്ലൈസ് എൻ്റെ ആക്ച്വലി ഒരെണ്ണുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ചീസ് സ്ലൈസ് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഇങ്ങനൊരു ബ്ലോക്ക്, ചീസിൻ്റെ ഒരു ബ്ലോക്കിൻ്റെ ഒരു ഇച്ചിരി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ചെഡാർ ചീസ് ഉണ്ടെങ്കിൽ അതായാലും ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇത് എയർ ഫ്രയറിൽ ഒരു 4 to 5 minutes ആണ് വെക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും സെർവ് ചെയ്യാം. ഇങ്ങനെയും നമ്മൾ പറഞ്ഞ മാതിരി അങ്ങനെ വേവിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് മുട്ട ബോയിൽ ചെയ്തിട്ട് പുഴുങ്ങിയിട്ടെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ അത് അവിടെ ഇരുന്നോളൂ കേട്ടോ. ഉണ്ണി അടിയിലേക്കായിട്ട് വെക്കാൻ നോക്കാം. അതങ്ങനെ ഇരുന്നോളും.
ഞാൻ 3 മുട്ടയാണ് പുഴുങ്ങിയത്. മൂന്നാമത്തെ മുട്ട ഉണ്ണി വേറെ, ഇത് വേറെ, ഇങ്ങനെയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിതിനെ നോക്കാം. നമുക്ക് ഈ മുട്ടയുടെ മുകളിലേക്ക് കുറച്ചുകൂടി ചീസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിർബന്ധമില്ല, നമുക്ക് കാണാനായിട്ടൊരു ഭംഗിയും പിന്നെ അങ്ങനെ ചീസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ചീസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടയുടെ മുകളിലേക്ക് കുരുമുളക് പൊടി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്, ഉപ്പ് അങ്ങനെയും നിങ്ങൾക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് എയർ ഫ്രയറിലാണ് വെക്കുന്നത്. ഒരു 5 മിനിറ്റ്സോളം 180 ഡിഗ്രിയിൽ 5 മിനിറ്റ്സോളം വെക്കുന്നുണ്ട്. ഈ ഒരു 5 to 6 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ. പിന്നെ നമുക്ക് ഗ്ലാസ്സിലേക്ക് നമ്മൾ നേരത്തെ ചിയാ സീഡ് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ മിക്സ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് തന്നെ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ചിയാ സീഡിൻ്റെ മിക്സ് സോക്ക് ചെയ്ത് വെച്ചിരുന്ന മിക്സ് അതൊരു 1.5 സ്പൂണ് അത് ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് സ്ട്രോബെറിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് അതും ഒരു 1.5 സ്പൂണോളം കണ്ടോ, അത് കുറച്ചൊന്ന് കട്ടിയായിട്ട് നമ്മൾ ആദ്യം അടിച്ചെടുത്ത പോലെയല്ല, അത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്ത്. അല്ലെങ്കിൽ കുറച്ചൊന്ന് ലൂസായിരിക്കും, നമ്മൾ ഒഴിക്കുന്ന പാലിൻ്റെയും ഇതിൻ്റെ കളവ് അനുസരിച്ചിരിക്കുമല്ലോ. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കടിക്കാനായിട്ട് കുറച്ച് നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ഞാനിപ്പോൾ ആൽമണ്ടും കാഷ്യൂണ് ഇട്ടേക്കുന്നത്, വേറെ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. കുറച്ച് ചിയാ സീഡ്, അത് കഴിഞ്ഞിട്ട് സ്ട്രോബെറിയുടെ മിക്സ്, പിന്നെ എഗെയിൻ നട്ട്സ് ഒന്ന് പൊടിച്ചത്, പിന്നെ ലാസ്റ്റ് പിന്നെ വേണമെങ്കിൽ വലിയ ഗ്ലാസ് ആണെങ്കിൽ ഒന്നും കൂടി സെയിം ലെയർ നമുക്കൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റിൽ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നട്ട്സും ഡേറ്റ്സ് പീസായിട്ട് ഞാൻ ജസ്റ്റ് മുകളിലേക്ക് വെച്ചാൽ മതി. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാമല്ലോ. എന്നും നമ്മുടെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ദോശയും പുട്ടും അപ്പം അങ്ങനത്തെയൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് ഇങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇടയ്ക്കിട്ടൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആർക്കും ഒരു ചേഞ്ചൊക്കെ ഇഷ്ടപ്പെടാത്തത്, അപ്പോൾ ഇങ്ങനൊന്ന് ചേഞ്ചൊക്കെ ചെയ്ത് ഒന്ന് നോക്കണം കേട്ടോ. എനിക്ക് എന്തായാലും ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റിനോട് ഇഷ്ടമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അറ്റ്ലീസ്റ്റ് വൺസെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ആർക്കൊക്കെയാണ് ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ അപ്പം ഇടിയപ്പത്തേക്ക് ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമുള്ളതെന്ന് പറയണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.